Hi students, in this video I am going to discuss about enthalpy of reaction or heat of reaction. This topic is from thermochemistry. In the previous video we will discuss about the introduction of thermochemistry, what is the difference between exothermic reaction and endothermic reaction, and also we will discuss about thermochemical equation and important features of the thermochemical equation. Today we are going to discuss about enthalpy of reaction or heat of reaction. The enthalpy of reaction or heat of reaction is represented by the letter delta RH, or it can also be written as delta HR. ഇങ്ങനെയാണ് ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ഡെൽറ്റ ആർ എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ആർ. Delta H stands for enthalpy change or heat change. R means reaction. Okay. Enthalpy of reaction or heat of reaction is the enthalpy change when number of moles of reactant as indicated by the balanced chemical equation have been completely reacted. Okay. ഇതാണ് enthalpy of reaction definition എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ സൈഡ്, ഒരു ഇക്വേഷൻ സൈഡ് എങ്ങനെയാണ് enthalpy of reaction എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. Okay, that H2 gas plus Cl2 gas gives 2HCl gas. Here delta H is equal to minus 44 kilocalorie. Okay, ഇതൊരു തെർമോകെമിക്കൽ ഇക്വേഷൻ ആണ്, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ടുഗദർ വിത്ത് ദ വാല്യൂ ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഈ ഇക്വേഷനിൽ മൈനസ് ആയി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്, അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇവിടെ ഹൈഡ്രജൻ 1 മോളാണ്, ക്ലോറിൻ 1 മോളാണ്. HCl എന്ന് പറയുന്നത് എത്ര മോളുണ്ട്, 2 മോളുണ്ട്. അതായത് ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് HCl ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ചേഞ്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഡെൽറ്റ എച്ച്. ഈ റിയാക്ഷന്റെ ഹീറ്റ് ചേഞ്ചിങ് നമ്മൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുക. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇവിടെ എത്ര മോളാണോ റെപ്രസെന്റ് ചെയ്തത് എന്നല്ല, ഇവിടുത്തെ കംപ്ലീറ്റ് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനാണ് നമ്മൾ ഇത് പേര് വിളിക്കുക എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഇത് നമുക്ക് ഒരു വൺ മോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ C+O2 gives CO2. ഇതൊരു എക്സാമ്പിൾ ആണ്. ഈ റിയാക്ഷൻ നടക്കുമ്പോഴും അവിടെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവും. അതിന് നമുക്ക് എന്ത് പേര് വിളിക്കാം, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കാം. വേറെ എക്സാമ്പിൾ ആണ് CaCO3 gives CaO plus CO2. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഇതിന്റെ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് എന്ത് പേര് വിളിക്കാം, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇത് ഫോർമേഷൻ റിയാക്ഷൻ ആണ്, ഇത് കമ്പസ്റ്റൻ ആണ്, ഇത് ഡീകമ്പോസിഷൻ ആണ്. ഏത് റിയാക്ഷൻ ആണെങ്കിലും ഒരു റിയാക്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ എൻതാൽപ്പി ചേഞ്ചിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഒരു ഇക്വേഷനിൽ എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, the enthalpy of reaction or heat of reaction is the difference between the enthalpy of reactant and product. അതായത് ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് റിയാക്ടന്റ് ആണ്. അതെങ്ങനെയാണ് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. അതായത് enthalpy of reaction is equal to summation of enthalpy of product minus summation of enthalpy of reactant. ഇതാണ് മാത്തമാറ്റിക്കൽ റിലേഷൻ. എന്ത് കണ്ടുപിടിക്കേണ്ടത്, enthalpy of reaction കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഇവിടെ ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും HClന്റെയും എൻതാൽപ്പി വാല്യൂ തരികയാണെങ്കിൽ നമ്മൾ ടോട്ടൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷന്റെ ഡെൽറ്റ ആർ എച്ച് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അത് തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ പറയുന്നത്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഓർ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് റിയാക്ടന്റ്. ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ HCl ഉണ്ട്. എത്ര മോള്, 2 മോൾ HCl ഉണ്ട്. therefore enthalpy of HCl പ്രോഡക്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇത് നമുക്ക് എവിടത്തേക്ക് വരണം, റിയാക്ടന്റ് സൈഡിലേക്ക് വരണം. റിയാക്ടന്റ് സൈഡിന്റെ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. therefore enthalpy of hydrogen plus enthalpy of chlorine, ഈ രണ്ട് വാല്യൂ സം ചെയ്യാം. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടും, ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടും, ഇതിന്റെ വാല്യൂ കിട്ടും.
അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് വൈ പ്ലസ് ആഡ് ചെയ്ത് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, എന്താൽപ്പി ഓഫ് റിയാക്ഷൻ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഇതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് മൈനസ് എന്താണ് കാണുക, റിയാക്ടന്റ് ആണ് കാണുക. ഓക്കെ, അപ്പോൾ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എന്താൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് സമ്മേഷൻ ഓഫ് എന്താൽപ്പി ഓഫ് റിയാക്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇക്വേഷൻ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, എന്താൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. എന്താൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ it is the enthalpy change when number of moles of reactant as indicated by the balanced chemical equation have been completely reacted. The enthalpy change, that is delta RH, is equal to summation of enthalpy of formation of product minus summation of enthalpy of formation of reactant. Okay, in number enthalpy of reaction or chemical equation indication എന്താണെന്ന് നോക്കാം. This equation indicates that 1 mole of hydrogen react with 1 mole of chloride to form 2 mole of HCl to liberate minus 44 kilocalorie of heat. Okay, or 2 gram of hydrogen react with 71 gram of chloride to form 73 gram of HCl. Doing this, it will liberate minus 44 kilocalorie of heat. ഇതാണ് ഈ ഒരു ഇക്വേഷൻ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു തെർമോകെമിക്കൽ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. ഇവിടെ 1 mole hydrogen react with 1 mole chlorine to form 2 mole HCl, or 2 gram of hydrogen react with 71 gram of chlorine to form 73 gram of എന്താ പറയാ 73 gram of HCl. During this reaction, the energy evolved is minus 44 kilocalorie. Therefore, it is an exothermic reaction. ഇവിടെ കാണുന്ന എന്താൽപ്പി ഓഫ് റിയാക്ഷന്റെ വാല്യൂ മൈനസ് 44 കിലോകലോറി ആണ്. ഇത് നമുക്ക് പല വിധത്തിൽ നമുക്ക് ഈ വാല്യൂവിനെ പറയാം. അതായത് ഒന്ന്, എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവഡ് ഈസ് 44 കിലോകലോറി. ഈ സിസ്റ്റത്തിൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 44 കിലോകലോറിയാണ്. ഓർ റിയാക്ടിംഗ് സിസ്റ്റം ലോസസ് 44 കിലോകലോറി. സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സിസ്റ്റത്തിന് 44 കിലോകലോറി നഷ്ടമായി. എന്താൽപ്പി ഡിക്രീസ്ഡ് ബൈ 44 kilocalorie. Okay, then enthalpy change of reaction. Enthalpy change means രണ്ട് വിധത്തിലുണ്ടല്ലോ enthalpy change, exothermic ഉണ്ട് endothermic ഉണ്ട്. ഇതേതാണ് നമ്മൾ പറഞ്ഞത്, enthalpy change of reaction is minus 44 kilocalorie. ഈ മൈനസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, നഷ്ടപ്പെട്ടതാണ്, ഇവോൾവ് ചെയ്തതാണ്, എക്സോതെർമിക് ആണ്. അതാണ് enthalpy change of reaction is minus 44. ഈ മൂന്നെണ്ണത്തിലും എന്തുകൊണ്ട് മൈനസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നത് ഇവോൾവ്ഡ് നഷ്ടപ്പെട്ടു, ലോസസ് നഷ്ടപ്പെട്ടു, ഡിക്രീസ്ഡ് കുറഞ്ഞു, നഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ അങ്ങനെ പറയുന്നത് എത്ര നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ 44 പറയുന്നത്. ഓപ്പോസിറ്റ് എന്താൽപ്പി ചേഞ്ച് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മൈനസ് 44 എന്ന് പറയണം. മൈനസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു, ഡിക്രീസ് ചെയ്തു, എത്ര കിലോ ചൂട്, എത്ര കിലോ കലോറി, 44 കിലോ കലോറി. ഇതാണ് എന്താൽപ്പി റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി എന്താൽപ്പി ഓഫ് റിയാക്ഷൻ. എന്താൽപ്പി ഓഫ് റിയാക്ഷൻ, ഒരു റിയാക്ഷൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യും. ചില റിയാക്ഷൻസിൽ എന്താൽപ്പി ചേഞ്ച് കൂടുതലായിരിക്കും, ചില സമയത്ത് എന്താൽപ്പി ചേഞ്ച് എക്സോതെർമിക് ആയിരിക്കും, ചില സമയത്ത് എൻഡോതെർമിക് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താൽപ്പി മാറുന്നത്? ആ മാറുന്നത് എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അതൊരു ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിനെ ആ വാട്ടർ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ സ്റ്റീമായിട്ട് വരും. ആ സ്റ്റീമിന് കണ്ടൻസേഷൻ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ലിക്വിഡായിട്ട് മാറുന്നത്. അപ്പോൾ എനർജി അവർ റിലീസ് ചെയ്യും. അപ്പോൾ വാട്ടർ സ്റ്റീം ആവുന്നത് എൻഡോതെർമിക്കും സ്റ്റീം വാട്ടർ ആവുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആയിട്ടാണ് വരും. ഓക്കെ, അതായത് ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് എന്താൽപ്പി ചേഞ്ച് എന്തായിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. H2 gas plus half O2 gas gives H2O gas. അത് വേപ്പർ സ്റ്റേറ്റിലാണ്. എന്താൽപ്പി ചേഞ്ച് ഈക്വൽ ടു മൈനസ് 57.8 കിലോകലോറി. അതേപോലെ അടുത്തൊരു ഇക്വേഷൻ ആണ് H2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 gives H2 ലിക്വിഡ്. എന്താൽപ്പി ചേഞ്ച് ഈക്വൽ ടു മൈനസ് 68.32 കിലോകലോറി. ഇവിടെ ഡിഫറൻസ്, ഇവിടെ H2 ഗ്യാസ് ആണ്, ഇവിടെ H2 ലിക്വിഡ് ആണ്. ഇവിടെ റിയാക്ടന്റ് രണ്ട് സ്ഥലത്തും ഒരേ റിയാക്ടന്റ് ആണ്, പക്ഷെ ഇവിടെ എന്താൽപ്പി ചേഞ്ച് വ്യത്യാസം ഉണ്ടാകുന്നത് കാരണം ഇവിടെ മാറിയിട്ടുണ്ട്, പ്രോഡക്റ്റ് എന്തായിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. H2 ലിക്വിഡ് ആവുന്ന സമയത്ത് മൈനസ് 57.8 ആണെങ്കിൽ H2 ലിക്വിഡ് ആവുന്ന സമയത്ത് മൈനസ് 68.32 ആണ്. ഇവിടുത്തെ എക്സോതെർമിക് ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ് കൂടുതലാണ്. അതായത് ഫസ്റ്റ് കേസിനേക്കാൾ വാല്യൂ ഇവിടെ കൂടുതലാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസ് ആണ്, ഇവിടെ H2
പിന്നെ H2 ഗ്യാസും ഹാഫ് O2 ഗ്യാസും കൂടി ചേർത്ത് H2O ഗ്യാസ് ഉണ്ട്. അത് വേപ്പർ സ്റ്റേറ്റ് ആണ്. അത് കണ്ടൻസ് ചെയ്ത് എവിടത്തേക്ക് വരണം? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരണം. അപ്പോൾ കണ്ടൻസേഷൻ നടക്കുമ്പോൾ കുറച്ചുകൂടെ എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. ഇവിടുത്തെ H2O ഗ്യാസ് ആണ്. ആ ഗ്യാസ് ആവുന്ന സമയത്തുള്ള വാല്യൂ ആണിത്. അങ്ങനെയാണെങ്കിൽ H2O ഗ്യാസ് H2O ലിക്വിഡായി മാറുന്ന സമയത്ത് കണ്ടൻസേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. കുറച്ചുകൂടെ ഹീറ്റ് ഇവോൾവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 57.8ന്റെ കൂടെ കുറച്ച് വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? H2O ലിക്വിഡിന്റെ വാല്യൂ കിട്ടുന്നത്. ഈ ഇൻക്രീസ് ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O ഗ്യാസ് H2O ലിക്വിഡ് ആവുമ്പോൾ പുറത്തേക്ക് വരുന്ന ഹീറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഫിസിക്കൽ സ്റ്റേറ്റ് റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും മാറുന്നതിനനുസരിച്ച് ടോട്ടൽ എന്താൽപ്പി ചേഞ്ചിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. സെക്കൻഡ് ഫാക്ടറാണ് അലോട്രോപിക് ഫോം ഓഫ് ദി എലമെന്റ്. The amount of heat absorbed or evolved for different forms of same substances are different. അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? അലോട്രോപിക് ഫോം എന്ന് പറയാം. ഒരേ സബ്സ്റ്റൻസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോം. അതായത് ഒരേ സബ്സ്റ്റൻസിന് തന്നെ ഡിഫറെൻറ്റ് ഫോം വരുന്ന സമയത്തും ടോട്ടൽ എന്താൽപ്പി ചേഞ്ചിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. ഒരേ സബ്സ്റ്റൻസ് തന്നെയാണ്, ഒരേ കോമ്പൗണ്ട് തന്നെയാണ്, പക്ഷെ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ആയിരിക്കും. അങ്ങനത്തതിലും എന്താൽപ്പി ചേഞ്ചിൽ എന്ത് വരും? വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, C diamond plus O2 gives CO2. Delta H is equal to minus 393, 95.4 kilojoule. C graphite plus O2 gives CO2. Delta H is equal to minus 393.5 kilojoule. ഡയമണ്ടും ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന കാർബണിൻ്റെ അലോട്രോപ്പിക് ഫോം മാറുന്നതിനനുസരിച്ച് അവിടെ എന്താൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അലോട്രോപ്പിക് ഫോം മാറുന്നതിനനുസരിച്ചിട്ടും ടോട്ടൽ എന്താൽപ്പി ചേഞ്ചിൽ എന്ത് വരും? വ്യത്യാസം വരും. തേർഡ് ഫാക്ടറാണ് ക്വാണ്ടിറ്റീസ് ഓഫ് റിയാക്ടൻറ്റ്. ഓക്കെ, the amount of heat absorbed or evolved depends upon the amount of reactant. അതായത് ഫോർ എക്സാമ്പിൾ, ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് 2 moles ഓഫ് കാർബൺ, അതായത് 2 മോൾ കാർബൺ കമ്പസ് ചെയ്യുന്ന സമയത്ത് the heat of combustion of 2 moles of carbon is double than that of heat of combustion of 1 mole of carbon. അതായത് 1 മോൾ കാർബൺ എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് ആണ് എന്താൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടുന്നതെങ്കിൽ അത് 2 മോൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2x ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. അതിൽ നിന്ന് മനസ്സിലായത് ക്വാണ്ടിറ്റി ഓഫ് റിയാക്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താൽപ്പി ഓഫ് റിയാക്ഷനും എന്തായിക്കൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് ഫോർത്ത് വൺ ഈസ് ടെമ്പറേച്ചർ. The enthalpy of reaction or heat of reaction also varies with temperature. This is due to the fact that when temperature changes, heat capacity of the system also changes. Therefore, change in the temperature and value of enthalpy of reaction also changes. These are the 4 factors that influence the enthalpy of reaction or heat of reaction. The number 1 is physical state of the reactant and product. Number 2 is allotropic form of the element. Number 3, quantities of reactant. Number 4, temperature. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണെന്നും അതിൻ്റെ ഫാക്ടേഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ RH. ഇതിന് മുകളിലായിട്ട് ഒരു 0 എന്ന് പറയുന്ന ഒരു സിമ്പിളൂടെ കൊടുത്താൽ അതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുക. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, standard enthalpy of reaction means enthalpy of reaction at a standard condition is called standard enthalpy of reaction. Okay, standard condition means ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് 1 atm പ്രഷർ, അതേപോലെ തന്നെ 25 ഡിഗ്രി സെൽഷ്യസ്, അവിടുത്തെ കോൺസെൻട്രേഷൻ 1 മോളാർ ഓർ 1 മോൾസ് പെർ ലിറ്റർ. പിന്നെ അതിലുപയോഗിക്കുന്ന റിയാക്ടൻ്റ് എന്ന് പറയുന്നത് ദ സബ്സ്റ്റൻസസ് ഇൻവോൾവ്ഡ് ആർ ഇൻ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഈ കണ്ടീഷൻ ഒബേ ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയാം? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നടത്തുന്ന എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഇതിൽ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് വരുന്ന എൻതാൽപ്പി ഓഫ് റിയാക്ഷനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്പർ 1 atm പ്രഷർ, നമ്പർ 2 25 degree Celsius, number 3 1 molar, then the substances involved are in the standard state. 1 atm pressure എന്ന് പറയുന്നത് 101.325 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 101.325 പാസ്കൽ ആണ്, അല്ലെങ്കിൽ 101.325 കിലോ പാസ്കൽ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് പ്രഷറിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ്, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ്റെ ഇൻഡിക്കേഷൻ എന്താണ്, ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ വെച്ചിട്ട് ടോട്ടൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇക്വേഷനാണ് സമ്മേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് സമ്മേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻ്റ് എന്ന് പറയുന്നത്. പിന്നെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഏതൊക്കെ ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, 4 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.